വെളുപ്പിന് 1 മണിയായപ്പോൾ എഴുന്നേറ്റു. 1:30 ആയപ്പോൾ റെഡിയായി ദേ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോൾ പോയാലും ദേ ഇതുവഴിയാണ് പോകുന്നത്. വെടിവെച്ചാങ്കോവിലിൽ കുറച്ച് പൈസയൊക്കെ ഇട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു വെടിയൊക്കെ കെപ്പിച്ചിട്ടാണ് പോകുന്നത്. വെടി കേൾപ്പിക്കാനായിട്ട് 1:30 മണിക്കാണ് രാവിലെ, അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും ഭഗവാനോട് തിരിച്ചതുപോലെ തന്നെ ഒരു പോറലും കൂടാണ്ട് എത്തിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് പമ്പാ ഗണപതി പാട്ടൊക്കെ കേട്ട് നമ്മളിതേ തമിഴ്നാട്ടിലേക്ക് പോവുകയാണേ. അപ്പൊ അറിയാലോ, നമുക്ക് വസ്ത്രയ്ക്ക് വേണ്ടി പർച്ചേസിങ്ങിന് പോവുകയാണ്. ഇതിപ്പോ നമ്മൾ കോയമ്പത്തൂരാണ് ഫസ്റ്റ് പോകുന്നത്. കോയമ്പത്തൂര്, സേലം, മധുരൈ. പിന്നെയും പോവാനാണെങ്കിൽ ശരിക്കും സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെയുള്ളൂ. അടുത്ത ഓണത്തിന് നമ്മൾ ഉറപ്പായിട്ടും ബംഗാളിലൊക്കെ പോയി നമ്മുടെ മൾക്കോട്ടനൊക്കെ അവിടെ നിന്ന് കേട്ടോ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുറച്ച് മൾക്കോട്ടനൊക്കെ എടുക്കാം. അപ്പോ നമ്മളിപ്പോ എവിടെയാണുള്ളത്? ഇപ്പൊ എവിടെ എത്തി? ദിണ്ടുക്കൽ ആവാറായി. 1:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. കാരണം കോയമ്പത്തൂർ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എറണാകുളം വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം. 300 സംതിങ് കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂർ വരെ പോകാൻ. പക്ഷെ റോഡ് വളരെ മോശം. 8.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് ആ റോഡ്. ഇത് 500 സംതിങ് കിലോമീറ്റർ ഉണ്ട്, പക്ഷെ 9 മണിക്കൂറേ കാണിക്കുന്നുള്ളൂ. ദൂരം കൂടിയാലും നല്ല റോഡ് വഴി പോകാന്ന് എഴുതിയിട്ട് ഇവിടെ തന്നെ ഈ റോഡ് വഴി തന്നെ ഇറങ്ങി. 1:30 മണിയായപ്പോ ഇറങ്ങി. ഞാൻ ഇത്രയും സമയം ഉറക്കമായിരുന്നു. ഇപ്പോഴും കണ്ണ് തുറന്നിരിക്കണില്ല, ഇങ്ങനെ ഉറങ്ങി വരുന്നത് കൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞ് ചായ കുടിക്കാൻ നിർത്താന്ന് പറഞ്ഞ് ഞാനൊരു ചായ വാങ്ങി കുടിക്കാനായിട്ട് ഇറങ്ങി. ഇപ്പൊ ഒന്ന് ആ ഒരു ഉറക്കത്തിന്റെ ഇതങ്ങ് മാറി കിട്ടി കേട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ കോയമ്പത്തൂർ ഒരു 9 മണിക്കൊക്കെ എത്തും എന്നാണ് കാണിക്കുന്നത്. അവിടെ നമ്മള് കോയമ്പത്തൂർ മെയിൻ ആയിട്ട് നമ്മൾ സെറ്റ് സാരിയുടെ ഇത് എടുക്കാനായിട്ടാണ് പോകുന്നത്. പിന്നെ മറ്റു സാരീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും. അപ്പോൾ കോയമ്പത്തൂരേക്ക് നമ്മൾ തമിഴ്നാട്ടിലെ NH വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രി 12 മണിക്ക് ശേഷം മുതൽ രാവിലെ ഒരു 8 മണി വരെ കാണുന്ന കാഴ്ചയാണ് ഈ വിൻഡ് മില്ല്. ഇങ്ങനെ അതിൻ്റെ വിൻഡ് മില്ലിൻ്റെ ലീഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതല്ല, ടോൾ പ്ലാസയാണ്. അപ്പോൾ ടോൾ പ്ലാസയിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും നീളമുള്ളത് കൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ വെളുപ്പിനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്കെടുത്തുന്ന സാധനം ഈ വിൻഡ് മില്ലിന്റെ ലീഫ് ആട്ടോ. എസ്കോട്ട് കൂടിയാണ് അവർ പോകുന്നത്. അവർക്ക് രാവിലെ 8 മണി വരെ റോഡിൽ പോവാവൂ. അത് കഴിഞ്ഞ് പാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ കുന്തം പോയതാ ഇത്രയും നീളം കിടക്കുകയാണ്. റോഡിൽ വേറെ ഒരു വണ്ടിയും പോകാൻ പറ്റില്ല. ഇങ്ങനെ വഴിയിൽ പൂവൊക്കെ വെച്ചോണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോ പൂവൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഈ വിൻഡ് മില്ല് ഫുൾ റോഡ് ബ്ലോക്ക് ആക്കി. നമ്മളിപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിലും ഈ തമിഴ്നാട് റോഡ് രാവിലെ നമ്മൾ വെളുപ്പിനൊക്കെ തിരിക്കുമ്പോൾ ഇതാണ് ഒരു പ്രശ്നം. ഇതിന്റെ പുറകെ ഇഴങ്ങി 8 മണി വരെ ഈ സാധനം കാണും. ചില വളവൊക്കെ ആണെങ്കിൽ ഇത് വളഞ്ഞ് വരില്ല. നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല. എസ്കോട്ട് കാണുമാര് നമ്മളെ കയറ്റി വിടത്തുമില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എത്ര എണ്ണം കിടക്കണം നോക്കും. ഇതെല്ലാം ഇനി ടോള് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടന്നതാണ്. ആ ഫ്രണ്ടിൽ കണ്ടതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി വഴിയാട്ടോ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മൾ ഈ റോഡ് പോയപ്പോഴും ഈ ഒരു സൈഡിൽ ഫുൾ മുരിങ്ങയ്ക്ക കൃഷി, മുരിങ്ങയ്ക്ക കൃഷി കുഞ്ഞാട്ടോ. അത് വലുതാവത്തില്ലെന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെ ഇത്ര ഹൈറ്റിനുള്ള തോട്ടങ്ങളാണ് കാണുന്നത്. ചെറിയ തോട്ടങ്ങളായിട്ടുണ്ട്. നിറയെ നിപ്പുണ്ട്. മുരിങ്ങയ്ക്കക്കല്ല് നിറയെ നിപ്പുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടാൽ നമ്മൾ ഓടിച്ച് വിടുമായിരിക്കും. ഇപ്പൊ ഇവിടെ ആരും ഇല്ല, രാവിലെ ആയതുകൊണ്ട് അധികം എല്ലാവരും മുരിങ്ങയ്ക്ക നിൽക്കണമൊക്കെ. ഇവിടെ നിന്നാണ് നമുക്ക് നാട്ടിലൊക്കെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ. പക്ഷെ ഇത് മരം ആവത്തില്ല എന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇത്ര ഹൈറ്റിനേ ഉള്ളൂ. അതെ കണ്ടോ മുരിങ്ങയ്ക്ക. ഇത് വിത്തിന് അവർ നിർത്തിയിരിക്കുക. കണ്ടോ. എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞ മുരിങ്ങയിലുണ്ടാവുന്ന മുരിങ്ങയില തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിറയെ ഉണ്ട് കേട്ടോ വരുന്ന വഴിക്ക്. അങ്ങനെ അധികം എന്നില്ല, എങ്കിലും പല സ്ഥലങ്ങളിലും കുറച്ച് ദൂരത്തിന് ഇങ്ങനെ തോട്ടമായിട്ട് കാണും. ഇതിനി അങ്ങോട്ട് പോയാൽ ഉണ്ടാവില്ല, ഇത്രേ കാണത്തുള്ളൂ. നിറയെ മുരിങ്ങ വരാൻ നിൽക്കുന്നത് കണ്ട മുരിങ്ങ വരാനായിട്ട് എല്ലാം ഒടിച്ചോണ്ട് പോയാലോ. അപ്പുറ സൈഡിൽ എന്തോന്ന് കരിമ്പൻ കൃഷിയാ. കരിമ്പാണ്. നടുക്ക് തെങ്ങൻ തോട്ടം. കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി പൊള്ളാച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മലയാള സിനിമകളിൽ കാണുന്ന ഒരുപാട് ലൊക്കേഷനാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. ഏറ്റവും ഇത് നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് അതിൽ ഉണ്ടല്ലോ, പൊള്ളാച്ചിയാണ് ഫുൾ വരുന്നത്. അതിലാണ് അതിൻ്റെ ബ്യൂട്ടി ഉള്ളത്. നമ്മൾ പോണ വഴിക്ക് എന്താണ് അല്ലല്ലേ നെല്ലും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തെടുത്ത് പോവാവേ. അതൊക്കെ മുരിങ്ങ കൃഷിയാണ്. അത് കുറച്ചുകൂടെ ഹൈറ്റിന് നിൽപ്പുണ്ട്. പക്ഷെ എങ്കിലും മരം ആവില്ല.
ഇങ്ങനെ കുഞ്ഞു തൈയായിട്ട് നിന്ന് അത്രയും ഹൈറ്റിനൊക്കെ പോവുള്ളൂ കേട്ടോ. ഇനി വെട്ടി വിടുന്നതാണോ അതെങ്ങനെയാണോ എന്ന് അറിയത്തില്ല. നല്ല വെയിലൊക്കെ സൂര്യൻ ഉദിച്ചതേ ഉള്ളൂ. നമുക്കിനി ഒരു 150 കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂർ എത്താനായിട്ട്. ഇവിടെ പൊള്ളാച്ചി കാണിക്കുന്നില്ല, മധുരയൊക്കെ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ധർമ്മപുരം ടിണ്ടുകൾ മധുരയൊക്കെ സ്ട്രെയിറ്റ് കാണിക്കുന്നു. അവിടെ നിന്ന് കയറാൻ പറ്റുമോ? എങ്കിൽ നമുക്ക് അതായിരിക്കില്ലേ എളുപ്പം. എനിക്കൊന്ന് പളനി പോയി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പൊള്ളാച്ചി കോയമ്പത്തൂർ, പൊള്ളാച്ചി വഴിയാണോ പോകുന്നത് കൺഫേം അല്ല. ഇതെല്ലാം നമ്മുടെ മുരിങ്ങത്തോട്ടം കേട്ടോ. നിറയെ മുരിങ്ങത്തോട്ടം നിൽക്കണം. അതൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ കഴിഞ്ഞ നമ്മൾ വേറൊരു കൊച്ചു ഗ്രാമത്തോട് വന്നപ്പോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷെ നിറയുണ്ട്. കുറച്ച് പൊക്കം മരമാവൂല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂര്യനോട് ഒതിച്ച് നിൽക്കണ കാണുമ്പോ അതെല്ലാം മുരിങ്ങയ്ക്കാണ്. അത്രേ ഉള്ളൂ, പൊങ്ങൂല. വെട്ടി വെട്ടി വിടുമായിരിക്കും അത്. തെങ്ങൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നു. വിൻഡ് മില്ലിന്റെ കളി കേട്ടോ, ഇഷ്ടം പോലെ വിൻഡ് മില്ല്. ഈ സേലത്ത് നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഞാൻ കരുതുന്നത് എവിടെയാണ്, നമ്മൾ തമിഴ്നാട് വിട്ടാൽ അങ്ങനെ അധികം വിൻഡ് മില്ലില്ല കേട്ടോ. ഇങ്ങോട്ടായിരിക്കും വരണത്. ശരിക്കും തന്നെ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല തോന്നുന്നു. നല്ല ദൂരത്തിന് വരെ വിൻഡ് മില്ല്, നിറയെ വിൻഡ് മില്ല്. നല്ല റോഡ്, തിരക്കൊട്ടുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റോഡില്. ഇവിടെ മഴയില്ല, ഒന്നുമില്ല കേട്ടോ. കട്ട വെയില്. ഞാൻ കരുതി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമ്പോ മഴയാണെങ്കിൽ എങ്ങനെയെന്തോ എന്നത്. പക്ഷെ മഴയില്ല, ഒന്നുമില്ല. വെയില്, ഭയങ്കര വെയില്. നിറയെ വിൻഡ് മില്ലും. ഇപ്പൊ തെങ്ങും തോട്ടം. മുരിങ്ങ കൃഷി മാറി തെങ്ങും തോട്ടം. മുരിങ്ങ കൃഷി ഉണ്ട്, ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷെ തെങ്ങും തോട്ടമാണ് കൂടുതൽ കേട്ടോ. പിന്നെ നിറയെ വിൻഡ് മില്ല്. എനിക്കൊന്നും ഇവിടെയൊക്കെ ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഈ വിൻഡ് മില്ല്? എപ്പോ തുടങ്ങി വിൻഡ് മില്ലെന്നോ? നേരത്തെ ഞാൻ കട്ട വെയിലെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നല്ല മഴക്കാറുണ്ട് കേട്ടോ. വെയില് വന്നും മഴക്കാറ് വന്നും പോയൊക്കെ നിൽപ്പുണ്ടേ. എനിക്ക് തോന്നുന്നു പൊള്ളാച്ചി റൂട്ടല്ല തോന്നുന്നു നമ്മളല്ലേ. ലെഫ്റ്റ് ആണ് പൊള്ളാച്ചി കാണിക്കണത്. സമയം 8:30 മണിയായി. നമ്മള് ഞാൻ കോയമ്പത്തൂർ ഒരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കട ലൊക്കേഷൻ ഇട്ടേക്കാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിക്കാൻ കരുതി. എന്താണിത്? ഉദയ കൃഷ്ണ ഗീ ഫാക്ടറി. ഉദയ കൃഷ്ണ ഗീ ഫാക്ടറി ആണ് കേട്ടോ അത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈറോഡ് പോയപ്പോഴും നിറയെ ഗീ ഫാക്ടറി ഉണ്ടായിരുന്നു. ഗീ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല, സമയം കിട്ടിയില്ല. ഉദയ കൃഷ്ണ ഗീ ഫാക്ടറി കേട്ടോ. വാസത്തിന് നല്ല നെയ്യുടെ മണം കണ്ടാണ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അമ്മായി കറി പോട്ട് കട അങ്ങനെ എന്തോണം. അവർ ഈ ചട്ടിയിൽ വെച്ചാണ് എല്ലാം ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. ഭയങ്കര ഫേമസ് ആണ്. എന്തായാലും പോയി നോക്കാം. അവിടെ ഇഡ്ഡലിയും മട്ടൻ കറിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒന്ന് പോയി രുചിച്ച് നോക്കാമെന്നായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇത് മഴ പെയ്യുന്ന മഴക്കാറാട്ടോ, നല്ല മഴക്കാർ. ഇവിടെയൊക്കെ മഴ പെയ്ത് നനഞ്ഞു കിടക്കണം റോഡല്ല. മഴ പെയ്യും. നിറയെ തെങ്ങൊക്കെ നിൽക്കണം. നമ്മൾ എത്താറായിട്ടോ. ഇനി ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. ആ ഹോട്ടലാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു 30 കിലോമീറ്റർ കൂടെ ഉണ്ട്. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ സേലത്തൊക്കെ വെയിലായിരിക്കും. നമ്മൾ വന്ന വഴിക്ക് നല്ല വെയിലായിരുന്നു. ഇപ്പോഴാണ് മഴ. ഇതാട്ടോ കോയമ്പത്തൂർ ടൗൺ. ഇപ്പൊ ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞു മാറി. നമുക്ക് 14 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അരമണിക്കൂർ കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് ആയിരിക്കാം റോഡൊക്കെ. കറക്റ്റ് സമയം നമ്മളിപ്പോൾ 8:45 അതിന്റെ തിരക്കുണ്ട്. സ്കൂൾ ഓഫീസ് ടൈം, അതിന്റെ തിരക്കുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാല് പാലക്കാട്, റൈറ്റ് പോയാല് സേലം. നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആട്ടോ. ഇവിടെ മഴ പെയ്തിട്ടാണ് മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കണം മലയുടെ മുകളിൽ. ഊട്ടിയിൽ വേറൊരു ഭാഗമായിരിക്കും. അതിന്റെ ഓൾമോസ്റ്റ് ഒരു സൈഡല്ലേ നമ്മള്. അവിടെ 5 മിനിറ്റ് ബ്ലോക്ക് കാണിക്കണം ഗൂഗിൾ മാപ്പില്. വലിയ ടൗൺ ആട്ടോ. ഇത് ഏത് നദിയാണെന്നുള്ളത് ചെറുതല്ല, ഈ കിടക്കുന്നത് കണ്ടില്ലേ ഏട്ടാ? അറിയില്ല. ഗൂഗിൾ മാപ്പിലും കാണിക്കും. ഇത്രയല്ല, അതായത് ഫുൾ നദിയാണ്. പെരിയാർ കുളം. പെരിയാർ റിവറിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിരിക്കും. അത് ഒഴുകി വരണേ.
രസമുണ്ടല്ലേ? പാലക്കാട് ലെഫ്റ്റ്, മേട്ടുപ്പാളയം സ്ട്രെയിറ്റ്. നമ്മൾ അങ്ങോട്ട് പോകണം. നമുക്കിനി 7 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ 19 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 9:35 നമ്മൾ ആ ലൊക്കേഷൻ എത്തത്തുള്ളൂ. വിശക്കുന്നുണ്ടാകാരം. കോയമ്പത്തൂർ സിറ്റി ഫുള്ള് നമ്മൾ കിടന്ന് കറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് കറങ്ങിപ്പുറത്ത് വരും, അവിടെ നിന്ന് ഇറങ്ങിപ്പുറത്ത് വരും. സേലം ഈ റോഡായിട്ടോ, അതാണ്ട മെയിൻ കാണിക്കുന്ന 160 കിലോമീറ്റർ. Exit the roundabout onto Avinashi Road. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ഉറക്കക്ഷീണം. കണ്ണിങ്ങനെ അടങ്ങി വരണം. ഭക്ഷണം കഴിച്ചാൽ ശരിയാവുമായിരിക്കും അല്ലേ? മണി 9:30 10 വിശക്കും. വീട്ടിലാണെങ്കിൽ വിശപ്പൊന്നുമില്ല, എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴുള്ളൂ വിശപ്പ്. വലിയൊരു അബദ്ധം പറ്റി. നമുക്ക് താഴെ കൂടെ സർവീസ് റോഡ് വഴി കയറേണ്ടതായിരുന്നേ. മാപ്പിലൊന്നും പറഞ്ഞില്ല. നമ്മള് ആ ഫ്ലൈ ഓവർ കയറി. 5 കിലോമീറ്റർ ഫ്ലൈ ഓവർ. ഇത് കട്ട് ചെയ്ത് പോവേണ്ടതായിരുന്നു, കട്ട് ചെയ്യാൻ വഴിയില്ല. ഇനി ഫ്ലൈ ഓവർ ഇറങ്ങി തിരിച്ച് വീണ്ടും വന്നാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. 9:30 കാണിച്ചുകൊണ്ടിരുന്നത് 9:45 ഇപ്പൊ കാണിക്കുന്നു. എന്ത് പറയാനെന്ന് നോക്ക്. ഈ ഫ്ലൈ ഓവർ 5 കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ, ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ പറ്റും. ആ ഫ്ലൈ ഓവർ നമ്മൾ യൂ ടേൺ എടുത്ത് തിരിച്ചു പോകുന്നുണ്ടേ. എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കും. ഇതാട്ടോ കട. അമ്മായി വീട് പോട്ട് കുക്ക്, അതായത് പോട്ടിലാണ് ഇവിടെ ചിക്കനും കാര്യങ്ങളും ഒക്കെ കുക്ക് ചെയ്യുന്നത്. വെജ് ആൻഡ് നോൺ വെജ്. ഇഡ്ഡലി മണക്കുന്നു. ഇഡ്ഡലി മട്ടനാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയും. വിയേർഡ് കോമ്പിനേഷൻ. ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നടുകടലിൽ ചെന്നാലും എന്ത് പറഞ്ഞില്ല, എൻ്റെ നാരങ്ങയൊക്കെ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ഇതുണ്ടാവും. മട്ടൻ എന്നാ? ബ്രെയിൻ. അതൊന്നും വേണ്ട, മട്ടൻ. கூட சாப்பிடுறதுக்கு என்ன? அது கூட എനിക്ക് ഒരു പൊറോട്ട, ഒരു മട്ടൻ കറി. മട്ടൻ കറിയാ? ഒരു മട്ടൻ ഗ്രേവി, എനിക്ക് ഒരു പൊറോട്ട. ഇടിയപ്പോ? 2 ഇഡ്ഡലി റോസ്റ്റാ അതാ ഗ്രേവിയാ? അത് മട്ടൻ மட்டனா? அது லிவர் அது அப்படி. மட்டன் லிவர் இருக்கு, மட்டன் கொத்துக்கறி இருக்கு. കൊത്തുകറി വാങ്ങിയത്. ഒരു മട്ടൻ കൊത്തുകറി. ഇല കഴുകാം. ഇവിടെ അവരെപ്പോഴും ഇങ്ങനെ ഇലയൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വേണം ഇങ്ങനെ കഴുകിയെടുക്കാൻ. കഴുകിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ എടുക്കാം. ഇത് നെഞ്ചല്ലാണേ. ഇതാ നോക്ക്, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. കാരണം മട്ടൻ ഇതൊന്നും കൊത്തുകറിയാ. ഇതാ ഞാൻ കഴിച്ചോട്ടെ. പൊറോട്ട സോഫ്റ്റ് അല്ല, പക്ഷെ നല്ല ബൺ പൊറോട്ട പോലെ ചെയ്യും. ഇത് ചിക്കൻ്റെ ഐറ്റംസും ഉണ്ട്. മട്ടനാണ് അവിടുത്തെ സ്പെഷ്യല്. അത് മട്ടൻ പറഞ്ഞു. ചൂട് ചൂട് ചൂട്. എന്താ പറയുന്നത്? ഇത് ഇഡ്ഡലി മട്ടനാട്ടോ. ആയിട്ട് ഇഡ്ഡലി വാങ്ങിയ ഞാൻ വാങ്ങിയതാ. പൊറോട്ട വാങ്ങി. കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ തളർന്നു പോകും. കൊള്ളാം കേട്ടോ, നൈസ് പ്ലേസ് ആണ്. കോയമ്പത്തൂർ വഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. എനിക്ക് ഈ സാധനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മട്ടൻ കൊത്ത് നമ്മൾ UBM ഇപ്പോൾ കഴിച്ചതിനെക്കാട്ടി കൊള്ളാം കേട്ടോ, നല്ലതുണ്ട്. നമ്മളൊരു പകുതി അല്ല, ഒരു ദോശയുടെ വാങ്ങി അതിൻ്റെ പകുതി ഞാനെടുത്തു, പകുതി ഏട്ടനെടുത്തു. 700 രൂപയായിട്ടോ ഇഡ്ഡലിക്ക്. ഒരു ഇഡ്ഡലിക്ക് 18 രൂപ. കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. പൊറോട്ട 35. പിന്നെ മട്ടൻ എന്തായാലും 290 260, അത് ഓക്കെ. ദോശയ്ക്ക് 50. പക്ഷെ പൈസ ആണെങ്കിലും ഫുഡ് വൈസ് ഓക്കെ, നല്ല ഫുഡായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇഡ്ഡലിക്കും പൊറോട്ടയ്ക്കും അത്യാവശ്യം നല്ല റേറ്റ് വാങ്ങിച്ചു.
ഞാൻ പിന്നെ ഇതൂടെ വാങ്ങിയേ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അവരുടെ തമിഴ്നാട് ടേസ്റ്റ് അല്ലേ, എങ്കിലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മട്ടൻ കൊത്തുകറി നല്ലതായിരുന്നു. പിന്നെ ബോൺ കുളമ്പ് നെഞ്ച് എല്ലിന്റെ. പിന്നെ ഒരു ഇതൂടെ വാങ്ങി. മുഴുക്കണം നിർബന്ധമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് നേരെ സാരി പർച്ചേസിങ്ങിന് പോവാം. എങ്ങനെയാണ്, ഏതാണ് റേറ്റിന്റെ കാര്യമൊക്കെ, നമ്മൾ കോയമ്പത്തൂർ വന്ന് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന റേറ്റിന് കിട്ടുവാണെങ്കിൽ നമ്മളെടുക്കും. സത്യം പറഞ്ഞാൽ ഓണം കളക്ഷൻസൊക്കെ കാലിയായിട്ടോ. കളക്ഷൻസൊക്കെ വളരെ കുറവാണ്. നമ്മളവിടെ ചെന്നപ്പോഴേക്കും ഓൾറെഡി KL രജിസ്ട്രേഷൻ കാർ കിടക്കുന്നത് കണ്ടായിരുന്നേ. അകത്ത് കയറിയപ്പോൾ നിറച്ച് മലയാളീസാണ് നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ പാലക്കാട്, തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. കാരണം പാലക്കാട് നിന്നൊക്കെ ഇവിടെ വരാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രത്തെന്ന് പറഞ്ഞപ്പോൾ അവർ ട്രിവാൻഡ്രത്തുനിന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ ഓണം കളക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ റോ എല്ലാം കാലിയായിട്ടിരിക്കുകയാണ് കുറേയൊക്കെ. പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ കുറച്ച് സാരീസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ലോട്ടസ് സാരി നോക്കാനായിട്ട് വന്നതാണ്. നമുക്ക് ലോട്ടസ് സാരി നല്ല മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവർ ലോട്ടസ് സാരി ഒന്നും മാനുഫാക്ചർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, എല്ലാം ചെമ്പരത്തിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സേലത്തിൽ നിന്ന് എടുത്തപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ലോട്ടസ് സാരി വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ആനയും രഥവും കൊട്ടാരവും ഒക്കെ ഉണ്ട്. പക്ഷേ ലോട്ടസ് മാത്രം വളരെ കുറവാണേ. അങ്ങനെ കുറച്ചൊക്കെ പീസസ് എടുത്ത് വെച്ചിങ്ങനെ നോക്കി എനിക്ക് ലോട്ടസ് കിട്ടാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഈ സാരിയൊക്കെ നോക്കിയതേ ഉള്ളൂ, ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ പിന്നെ എടുത്ത കുറച്ച് സാരീസിൽ ടസൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടസൽസ് ചെയ്ത് തരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ടസൽസ് ചെയ്ത് തരണമെങ്കിൽ നമുക്കിപ്പോൾ കിട്ടത്തില്ല, ഒരു 1 വീക്കെങ്കിലും എടുക്കും. അവിടെ ഭയങ്കരമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതെ വിഷമമായി. പക്ഷേ ടസൽസ് ഇല്ലാണ്ട് ആ സാരിയൊന്നും ഒരു ഭംഗിയില്ല കേട്ടോ. നമ്മൾ കൊടുക്കുമ്പം അത് അത്രയും ഭംഗി കൊടുക്കണ്ടേ. ടസൽസൊക്കെ ചെയ്യുന്നതിന് അഡീഷണൽ എമൗണ്ട് ഒക്കെ ആവുന്നുണ്ട്, എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ടസൽസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു ടസൽസ് ചെയ്ത് തന്നാൽ മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സാരീസ് ടസൽസ് ചെയ്യാനും കൊടുത്തു, ബാക്കി എടുക്കും. അങ്ങനെ കുറച്ച് സാരീസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി സേലത്ത് ഉണ്ട് കേട്ടോ അതുപോലെ സെറ്റ് സാരീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഇനി കുറച്ച് സാരീസ് എടുക്കണം. പിന്നെ അല്ലാതെ നമ്മുടെ കളർ സാരീസ് In 200 meters, turn right onto Marudhamalai Road. മരുത്താമലൈ റോഡ് ഇവിടെ അടുത്താട്ടോ, ജസ്റ്റ് നിയർ ബൈ എവിടെയോ ആണ് മരുത്താമല. ഞാൻ എപ്പോ വീഡിയോ എടുത്താലും അപ്പൊ ഈ അമ്മച്ചി കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്താ പറഞ്ഞു വന്നത്, നമുക്കിപ്പം ഞാനിപ്പോ എന്റെ അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഓണത്തിന് സെറ്റ് സാരി അങ്ങനെ കൊടുക്കത്തില്ല, നമ്മൾ കളർ സാരി. അപ്പൊ പിന്നീട് അതിൽ ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ട് കളർ സാരി അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട്. പിന്നെ Turn right onto Marudhamalai Road. ഒരു കാര്യം അവിടെ ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. പിന്നെ അബ്രോഡ് ഉള്ളവരാണ് അമ്മമാർക്കൊക്കെ നല്ല സെറ്റ് സാരി ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ഉള്ളത് വാങ്ങുന്നത്. പിന്നെ വർക്കിംഗ് വുമൻസും അവരുടെ ഓഫീസിലെ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കാറുണ്ട്. മെയിനായിട്ട് ഈ ഓഫീസിലും അമ്മമാർക്ക് അബ്രോഡ് ഉള്ളവരും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് വാങ്ങുന്നത് കേട്ടോ. പിന്നെ ലോട്ടസ് സാരി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇപ്പൊ ലോട്ടസ് അല്ലേ കുറവല്ലേ, ചെമ്പരത്തിയാണ് ഇപ്പൊ ട്രെൻഡ്. Marudhamalai Road for 3 kilometers. ചെമ്പരത്തി തന്നെ, വലിയ ചെമ്പരത്തി, ചെറിയ ചെമ്പരത്തിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കഴിഞ്ഞ ലോട്ടസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും നമുക്ക് ലോട്ടസ് എടുത്താൽ അപ്പോൾ തന്നെ പോകും കേട്ടോ. പക്ഷെ ഇപ്പം ഇവിടെ ഏത് കടയിൽ ചെന്നാലും ലോട്ടസ് കുറവ്, മാനുഫാക്ചർ ചെയ്യുന്നത് കുറവ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എനിക്കൊന്നും ഓരോ സീസൺ അങ്ങനെ ആയിരിക്കും. കഴിഞ്ഞ ലോട്ടസ് ട്രെൻഡ് ആയിട്ട് ഇപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പക്ഷെ ചെമ്പരത്തി എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ചെമ്പരത്തി കണ്ടിട്ട് വലിയ സുഖം തോന്നുന്നില്ല. നമുക്ക് കണ്ണിന് കാണുമ്പോൾ ഇഷ്ടം തോന്നും. അതിൽ ഈ ഇവര് വച്ചിരിക്കുന്ന സാധനങ്ങളിൽ തന്നെ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ചിലത് ഭംഗിയാണ്, സാധനം എടുക്കുമ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ ഈ മൾക്കോട്ടൺ ഇവിടെ ഇവരില്ല ചെയ്യുന്നത്, അത് ബംഗാളിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ സേലത്ത് വേറെ കടകളുണ്ട്, അവിടെ ചെന്ന് മൾക്കോട്ടൺ കുറച്ചെന്തായാലും എടുക്കണം. മൾക്കോട്ടൺ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൾക്കോട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രാവശ്യം എന്തായാലും നമ്മൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് എടുക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് മൾക്കോട്ടൺ കൂടി എടുക്കാന്ന് കരുതി. ഇനി നമ്മള് നമ്മുടെ ശിവകുമാരണ്ണന്റെ കടയിൽ പോയി കുറച്ച് കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, അവിടെ അവര് അത് മാത്രമേ ചെയ്യത്തുള്ളൂ. മഹേശ്വരി കോട്ടണും കല്യാണി കോട്ടണും പിന്നെ നയൻതാര കോട്ടൺ സാരി ചെയ്യും. അത് നമുക്ക് വലിയ മൂവ്മെന്റ് ഇല്ല, അതുകൊണ്ട് മഹേശ്വരി കോട്ടണും കല്യാണി കോട്ടണും എടുക്കും. പിന്നെ കാഞ്ചി കോട്ടൺ ഉണ്ട്, സുങ്കുടി കോട്ടൺ എടുക്കണം. അത് ചിലപ്പം മധുരയിൽ പോയി എടുക്കും, ചിലപ്പം മധുരയിലുള്ളവരുടെ തന്നെ കട ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ പോയി എടുക്കും. പിന്നെ ചെട്ടിനാട് പോയി എടുക്കണം. പിന്നെ സേലത്ത് കുറച്ച് കോട്ടൺ സാരി എടുക്കുന്ന സ്ഥലമുണ്ട്, കേരള സാരി, അവിടെ പോയി എടുക്കണം.
അങ്ങനെ 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 നമ്മൾ 3 ദിവസം കൊണ്ട് വീടെത്തണം. അതിനുള്ളിൽ എല്ലാം ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ മെറ്റീരിയൽ വേണ്ടേ? എൻ്റെ അമ്മോ, എനിക്ക് ഒരിക്ക് പുറത്തില്ല മെറ്റീരിയൽ. നമ്മൾ വന്നപ്പോഴേ റെസ്റ്റോറൻറ്റ് കോഫി ബ്രൗൺ ഓർഡർ കൊടുത്തിട്ടാണ് വന്നത്. മാനുഫാക്ചർ ചെയ്ത് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും എടുക്കും. കുറച്ച് കൂടുതൽ പീസസ് പറഞ്ഞിട്ടുണ്ട്. എത്ര കിട്ടുന്നു അറിയില്ല. കിട്ടുന്ന അനുസരിച്ച് നമുക്ക് തരാം കേട്ടോ നിങ്ങൾക്ക്. ഒരു ചിക്കൻ ബിരിയാണി, ഒരു സെറ്റ് ഫുൾക്ക, എന്താ ചിന്താമണി, 2 ജ്യൂസ്. നമ്മള് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. കോയമ്പത്തൂർ ഞാൻ ഒരു കടയൊക്കെ നോക്കി വെച്ചതാണ് കേട്ടോ, ബിരിയാണി കടയൊക്കെ. അപ്പോൾ കഴിക്കാൻ തോന്നിയില്ല, വയറ് ഫുള്ളായിരുന്നു. ഇപ്പോഴും വലിയ വിശപ്പില്ല, പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോയാൽ കടകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാൻ വേണ്ടി ഓഫ് കോഴ്സ് ബിരിയാണി തന്നെ കഴിക്കാൻ നേരത്തെ. എനിക്കിപ്പോൾ ഇവിടുത്തെ ബിരിയാണി വലിയ ഇഷ്ടമല്ല, പക്ഷെ ഇന്നെന്തോ ബിരിയാണി കഴിക്കാൻ തോന്നി, അങ്ങനെ ബിരിയാണി കഴിക്കാൻ നേരം. രണ്ടും കൂടെ പറ, ഒരു സെറ്റ് കൂടെ പറ. ഫുൾക്ക ഒരു സെറ്റ് കൂടെ. എന്തോന്ന് ഫുൾക്ക നോക്കി, പപ്പടം ഇതിനെക്കാട്ടി വലുതായിരിക്കും. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. റൈസൊക്കെ കാര്യമായിട്ട് കാണും, ചിക്കൻ ഒരു പീസേ കാണും. റൈസ് കഴിക്കും, എനിക്ക് ഫുൾക്ക വേണ്ടേ. റൈസ് കഴിക്കും. ചിക്കൻ കറിയാ? ചിക്കൻ കറി നോർത്ത് ഇന്ത്യൻ. എന്തൊരു കറി? കേസരി. കേസരി അല്ല, വേറെന്താ മധുരമുള്ള ഒരു സാധനം. സാറി എന്റെ അല്ല. കുഴപ്പമില്ല. ഈ ബില്ല് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മട്ടന്റെ ബില്ല് ഒന്നുമല്ല കേട്ടോ. ചിന്താമണിക്ക് 210, ബിരിയാണിക്ക് 240, പൈനാപ്പിൾ ജ്യൂസ് ഒരെണ്ണത്തിന് 130, ചപ്പാത്തി 2 എണ്ണത്തിന് 50 രൂപ, 4 എണ്ണത്തിന് 100 രൂപ. ഫുൾക്ക. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന അമ്പൂർ സ്റ്റാർ ബിരിയാണി ഇതാ ജസ്റ്റ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ബിരിയാണിയും പോരായിരുന്നു, ഞാൻ പിന്നെ കഴിച്ചു എന്നേ ഉള്ളൂ. കാരണം കഴിക്കാതെ നമ്മളവിടെയുള്ള സ്റ്റാർ ബിരിയാണി നല്ലതാണ്, എന്നാലും ഞാൻ കയറി കഴിച്ച ചിക്കനൊക്കെ വേവ് കുറവായിരുന്നു ഇത്. പിന്നെ ഞാൻ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ തിരിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡാവും. കഴിക്കാണ്ടിരുന്ന് അവസാനം എനിക്കൊന്നും കിട്ടാതെ രാത്രിയാണ് ഞാൻ പിന്നെ ആഹാരം കഴിച്ചത്. ആട്ടം വാങ്ങിച്ച് ബിരിയാണി കഴിച്ചത്. അവിടെയും ബിരിയാണി കൊള്ളൂല, അതുകൊണ്ടാണ് എനിക്ക് ഇവരെ കറിയൊന്നും ഇഷ്ടപ്പെടൂല. പിന്നെ ഇവരെ ഇത് ചിക്കൻ കൊത്തിപ്പോട്ടതാ, അത് ഇഷ്ടമാണ്. ഇന്നത്തെ മട്ടൻ, അതിനെന്തെന്ന് മട്ടൻ കൊത്ത് മട്ടൻ കൊത്ത് കറി, അങ്ങനെയുള്ളത് അവർ നല്ലതാണ്. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ടിട്ട് വീണ്ടും മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തൊക്കെ പോലെയൊക്കെ ആക്കും കേട്ടോ, അത് നല്ലതാണ്. അല്ലാതെ എനിക്ക് അവരെ കറിയൊന്നും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ബിരിയാണി വാങ്ങണത്. അപ്പൊ കുറേ ദിവസമായില്ലേ ബിരിയാണി കഴിച്ചിട്ട്, ഇന്ന് ബിരിയാണി കൊള്ളായിരിക്കുമെന്ന് കരുതി, പക്ഷെ തേഞ്ഞു പോയി. എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മുടെ ശിവകുമാരണ്ണൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിക്കാം കേട്ടോ. ഈ പണ്ടാരം ബേക്കറിയിലാണെങ്കിൽ ഒന്നും നല്ലതുണ്ടായിരുന്നില്ല. എന്നിട്ടും ഉള്ളതിൽ നല്ല സാധനങ്ങൾ നോക്കി വാങ്ങി. കാരണം നമ്മൾ NH വഴി വരുമ്പോൾ കടകളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ കടകളൊന്നുമില്ല. അപ്പോൾ അവൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ഞാൻ കുഞ്ഞുമക്കൾക്ക് വല്ലതും വാങ്ങിയിട്ട് പോകണമെന്ന് എത്തിയതാണ്, നടന്നില്ല, ഓർത്തില്ല ഈ തിരക്കിനിടയ്ക്ക്. ഇപ്രാവശ്യം ഞാൻ ഓർത്തില്ല, അങ്ങനെ ഏട്ടൻ ചോദിച്ചു വാങ്ങുന്നില്ലെന്ന് ചോദിച്ച് നിർത്തിയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് സ്നാക്സും, അറ്റ്ലീസ്റ്റ് ചോക്ലേറ്റ് പോലും നല്ലതില്ല കേട്ടോ. കുഞ്ഞും മഞ്ചും 5 സ്റ്റാറിൻ്റെ കുഞ്ഞും കിക്കാറ്റിൻ്റെ കുഞ്ഞും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ 2, 3, 4 വെച്ചൊക്കെ വാങ്ങി. കുഞ്ഞു മക്കൾ ഒരു മോനും ഒരു മോളും പിന്നെ ഒരു കുഞ്ഞു വാവ കേട്ടോ. വാവ കഴിക്കാറൊന്നും ആയില്ല. അപ്പോൾ അവർക്ക് ലെയ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലെയ്സ്, പിന്നെ ബർഫി വാങ്ങി. പിന്നെ എന്തൊക്കെയോ കുറേ അവിടെ ഉണ്ടായിരുന്നതിൽ എനിക്ക് കൊള്ളാം, എൻ്റെ വേദ എന്താണോ കഴിക്കുന്നത് ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഞാൻ വാങ്ങി കേട്ടോ. വേദയുടെ പ്രായമാണെന്ന് തോന്നുന്നു മോൻ, വേദയെക്കാട്ടി കുഞ്ഞാണ് മോൻ. മോള് 10th എന്തോ ആണ് പഠിക്കുന്നത്.
അപ്പോൾ അതനുസരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കാരണം ഒരു പരിചയമില്ലാത്ത നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ സൽക്കരിച്ച് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ വളരെ മോശമല്ലേ. പരിചയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരുടെ കടയിൽ പോകുന്നു, ഞങ്ങൾ തുണികൾ വാങ്ങുന്നു, ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാവരും നമ്മളവിടെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്രയേറെ കാര്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് തന്ന്, വലിയ ചാക്കിലാണ് ഓരോ സാധനങ്ങൾ അവരിലുള്ളതൊക്കെ തന്നു വിട്ടതും. നമ്മൾ ഭയങ്കര ഇതായിട്ടാണ് സ്വീകരിച്ചത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് അത് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായിരിക്കും. എപ്പോഴും മറന്നുപോയെന്ന് പറയുന്നതും ഒരു എക്സ്ക്യൂസ് അല്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ സാരി എടുക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടെ എന്തോ പണി നടന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പുറം സൈഡിൽ കൂടെ കേട്ടോ പോയത്. ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് നമ്മുടെ റെസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ എടുക്കാനായിട്ടാണ്. ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ഞങ്ങൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാറ്റർഡേ എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പീസസ് മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി അവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. സാറ്റർഡേ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് അതനുസരിച്ച് അവർ പണി ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് മതി, ഇന്നൊന്ന് മാക്സിമം ഇന്ന് ഈവനിങ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് മാക്സിമം ഈവനിങ് റെസ്റ്റ് ഓറഞ്ച് മാത്രം തരാം, പിന്നെ നമ്മുടെ കലങ്കാരി ഷോൾ വരുന്ന മെറ്റീരിയൽ ഇല്ലേ ആ പീസ് തരാൻ പറ്റത്തില്ല, മൺഡേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. റെസ്റ്റ് ഓറഞ്ച് ഞാൻ അടുക്കി എടുക്കുകയാണ്. അവിടെ എത്രത്തോളം അവൈലബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് പീസസ് ഉണ്ടായിരുന്നത് ഇനി കുറച്ചുകൂടെ ഇതുപോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയേറെ എൻക്വയറീസ് ഉണ്ട്. ഇത് ഇട്ട് ഇപ്പോഴെന്താ എനിക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ബുക്കിംഗ് ഉണ്ടോ, പ്രീ ബുക്കിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും പ്രീ ബുക്കിംഗ് ഉണ്ടെന്ന് പറയാത്തത് കാരണം അവരോട് മാനുഫാക്ചർ ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്തില്ല എങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രീ ബുക്കിംഗ് ഇല്ല. പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് പേജിലും നമ്മുടെ ഇൻസ്റ്റാ പേജിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും, അതായത് വസ്ത്ര ബൈ ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പേജിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് കിട്ടും, ഏതൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ മെസ്സേജസ് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാലും ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് റിപ്ലൈ ഒന്നും തരാൻ പറ്റത്തില്ല. യാത്രയിലാകുമ്പോൾ ഫുൾ ബിസി ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിലെത്തി ഇതെല്ലാം ഒന്ന് അടുക്കി പിറക്കി വെച്ച ശേഷം ഞാൻ നമ്മുടെ വാട്സപ്പ് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ഡേറ്റ് ചെയ്യും പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം മാത്രം എൻക്വയറീസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യുക. അത്യാവശ്യം കുറച്ച് ഞാൻ പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ട് റെസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ. അതുകൊണ്ട് മൺഡേ ആയിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്നത്. കാരണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും. ഞാൻ ഒന്ന് ഫ്രീ ആവും കേട്ടോ. യാത്രയുടെ ഇടയിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്കും പറ്റത്തില്ല, എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എന്നോട് ഫോട്ടോ ചോദിക്കും, എനിക്ക് ഫോട്ടോ ഇട്ട് തരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് പറയുന്നതാണ്, മനസ്സിലാക്കുക, അഹങ്കാരം പറയുന്നതല്ല. എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ യാത്രക്കിടയിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതുപോലെ എൻക്വയറീസ് വന്ന് എനിക്ക് തലഭ്രാന്ത് പിടിച്ചു പോയി കേട്ടോ. കാരണം എത്ര പീസസ് എടുത്തെന്ന് അറിഞ്ഞൂടാ, എത്ര ഓർഡേഴ്സ് വരുന്നു എന്ന് അറിഞ്ഞൂടാ, ഈ ഓർഡേഴ്സ് പിന്നെ എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി പോയി കേട്ടോ. അപ്പോൾ ഞാൻ മൺഡേ എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രം പ്ലീസ് ഒന്ന് മെസ്സേജസ് ഇടുക കേട്ടോ. നിങ്ങൾക്കുള്ള പീസസ് അവിടെ തന്നെ ഉണ്ടാവും. മൺഡേ ഞാൻ അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതിയേ. അത് കഴിഞ്ഞ് അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. ഓരോ കടകളിലും കയറി ഓരോ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും ചോദിക്കുകയാണ്. നമ്മുടെ ശിവകുമാർ അണ്ണൻ്റെയിലാണ് ഞാൻ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും എടുക്കുന്നത്. അതിന് എത്ര എമൗണ്ട് ആയാലും അവിടെ തന്നെ എടുക്കും. കാരണം അത്രയും നല്ല ക്വാളിറ്റി സാധനമാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത കാഞ്ചി കോട്ടനും മറ്റ് പല സാധനങ്ങളും എടുക്കാൻ പോവാണ്. പല കടകളിലും സാധനങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അവരും പറയുന്നത് ഓണം സെയിൽ പൊടിച്ചോണ്ടിരിക്കുകയാണെന്ന്. പല കടകളിലും കയറുമ്പോൾ മലയാളീസിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കാഞ്ചി കോട്ടൺ സാരിയാണ്. കോഫി ബ്രൗൺ കളർ, ഭയങ്കര ഡിമാൻഡ്, എപ്പോഴും എൻക്വയറി ചെയ്യുന്നൊരു കളറാണ് കോഫി ബ്രൗൺ. കാഞ്ചി കോട്ടൺ ഉണ്ടോ എന്നുള്ളത്, വലിയ ബോർഡറിൽ വരുന്ന കാഞ്ചി കോട്ടൺ വിത്ത് ബ്ലൗസ് വരുന്ന രീതിയിലുള്ള സാരിയാണിത്. ഇത് കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ഓണക്കോടിയായിട്ട് ഒരു കാഞ്ചി കോട്ടൺ സാരി എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്നോട് ഈ ഒരു കളറിലെ കാഞ്ചി കോട്ടൺ സാരി കഴിഞ്ഞതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ബോർഡർ എനിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് ഇതിനെന്തോ ഒരു ബോർഡർ എന്ന് പറയും കേട്ടോ. ഞാൻ എൻ്റെ പേര് മറന്നുപോയി. വേറൊരു ഡാർക്ക് ബ്ലൂവിൻ്റെ വലിയ കാഞ്ചി കോട്ടൺ ബോർഡർ വരുന്ന ടൈപ്പ് ഇരുന്നു. പിന്നെ അത് ഞാൻ അമ്മയ്ക്ക് എടുത്ത കേട്ടോ. അമ്മയ്ക്ക് എടുത്ത സാരിയുടെയും വേറെ കുറച്ച് പീസസ് ഞാൻ ആ സെയിം കളറിലും എടുത്തിട്ടുണ്ട്. അത് ഏത് സാരിയാണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഒരു പീച്ച് കളറിലെ കാഞ്ചി കോട്ടൺ സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സാരീസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒന്ന് ഫ്രീ ആയ ശേഷം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ടുള്ളത്. ആ ബ്ലൂവിൽ ഇത്രയും വലിയ ബോർഡർ വരുന്ന സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു.
കോഫി ബ്രൗണിലെ കാഞ്ചി കോട്ടൺ സാരീസിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പീച്ച് ഷെയ്ഡിലെ ഒരു സാരി മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പീച്ച് ഷെയ്ഡിലെ കാഞ്ചി കോട്ടൺ സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കലങ്കാരി കോട്ടൺ സാരീസ് എടുത്തിട്ടുണ്ട്, പ്യുവർ കോട്ടൺ സാരീസ് എടുത്തിട്ടുണ്ട്. കാരണം കലങ്കാരിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് വരുന്നുണ്ട്, നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫോട്ടോഷൂട്ടൂടെ ചെയ്തിട്ട ശേഷം നല്ല എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് പീസ് 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊരു പീസ് സോൾഡ് ഔട്ടായി. അതുകൊണ്ട് കലങ്കാരിയിലും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാരായൺപേട്ട് സാരി, ഇത് ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ വസ്ത്രയിൽ കൊണ്ടുവരണമെന്ന് കരുതാണ്. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ടുള്ള സാരി, അതായത് എനിക്ക് കോട്ടൺ സാരി തന്നെ നമ്മുടെ വസ്ത്രയിൽ വേണമെന്നൊരു നിർബന്ധമുണ്ട്. സിൽക്ക് സാരി എടുത്തിട്ട് അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഈ നാരായൺപേട്ട് സാരി നോക്കുമ്പോൾ ഈ സെമി സിൽക്ക് സാരിയൊക്കെയാണ് വരുന്നത്. എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതേ ഉണ്ടായിരുന്നില്ല. ഈ കോട്ടൺ സാരി ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് ഫൈനലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ബ്ലാക്ക്, ഒരു കോഫി ബ്രൗൺ, ഒരു മസ്റ്റേർഡ് യെല്ലോ, ഒരു മെറൂൺ കളർ, ഇത്രയും ഷെയ്ഡ്സ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ഷെയ്ഡ്സ് ഓരോ പീസ് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഞാനിങ്ങനെ എടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത ശേഷം നമ്മുടെ ശിവകുമാറിൻ്റെ കടയിലേക്ക് പോയി. ഇവിടെ കൂടുതലും കല്യാണി കോട്ടണും മഹേശ്വരി കോട്ടണാണ് ഉള്ളത്. അപ്പോൾ കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ കുറച്ച് പീസ് എടുത്തു. കല്യാണി കോട്ടണിൽ റസ്റ്റ് ഓറഞ്ച് കോഫി ബ്രൗൺ ഭയങ്കര ഡിമാൻഡായിരുന്നു. അതിപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഇല്ല, മാനുഫാക്ചർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കൊറിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് മഹേശ്വരി കോട്ടണിൽ വരുന്ന സാരിയാണ്. പിന്നെ കല്യാണി കോട്ടണിൽ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ അത്യാവശ്യം ഡിമാൻഡുള്ള സാരിയാണ്. ഓറഞ്ച് ആൻഡ് ഗ്രീൻ അത്യാവശ്യം ഡിമാൻഡുണ്ട്. അത്യാവശ്യമുള്ള നല്ല ഡിമാൻഡുള്ള സാരികൾ മാത്രമാണ് ഞാൻ എപ്പോഴും വീണ്ടും റീസ്റ്റോക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് സാരി ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത സാരി എപ്പോഴും എൻക്വയറീസ് വരാറുണ്ട്. പിന്നെ ഈ ഒരു വാടാമുല്ല കളർ വിത്ത് ബ്ലൂവും വാടാമുല്ല കളർ വിത്ത് ഗ്രീനും വേദയുടെ സ്കൂളിലൊരു മിസ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്, വാടാമുല്ല വിത്ത് ഗ്രീൻ. അതും മൺഡേ വരത്തുള്ളൂ, മാനുഫാക്ചർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ യെല്ലോ, മെറൂൺ, ദെൻ എപ്പോഴത്തെയും ഫാസ്റ്റ് സെല്ലിങ്ങും എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം റെഡ് ആൻഡ് ബ്ലാക്ക് കല്യാണി കോട്ടൺ. പിന്നെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഉണ്ടായിരുന്നില്ല, മാനുഫാക്ചർ ചെയ്ത് മൺഡേ എല്ലാം കൂടി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ A to Bയിൽ കയറി നല്ലൊരു സ്ട്രോങ് കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ നമ്മുടെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുള്ള കോഫി അത് നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇന്ന് കോഫി അത്ര പോരായിരുന്നു. പിന്നെ ഒരു വടയും മുളക് ബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നേ. ഇതൊന്നും അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. പിന്നെ കുഴപ്പമില്ല, നല്ല ചൂടോടൊക്കെ കൊണ്ടുവച്ചത് കൊണ്ട് കഴിച്ചായിരുന്നേ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ വോയിസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലൈവായിട്ട് വോയിസ് ചെയ്യുന്നത്. ഇനി നേരെ അടുത്ത സെറ്റ് സാരി എടുക്കാനായിട്ട് സേലത്തിന്റെ വേറെ സൈഡിലേക്കാണ് പോകുന്നത്. എനിക്ക് മുളക് ബജ്ജി തിന്നു 2 ദിവസത്തെ ഭയങ്കര കൊതി. ഒന്ന് ഫോട്ടോഷൂട്ടിന് പോയപ്പോഴും കഴിച്ചു. கொஞ்சம் சீக்கிரம் காஃபி கொடுங்க. தண்ணி வேணும். ചൂട് അമ്പജ് വട സാമ്പാർ കോഫി പറഞ്ഞിട്ട് ഇപ്പൊ അയാൾ ചോദിക്കണ കോഫി വേണമെന്ന്. അതിനാണ് അതിനകത്ത് കയറിയത്. അയാളത് അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ സാരിയും ഓരോ സ്ഥലത്താണ് കേട്ടോ. ഇതിപ്പോൾ വേറൊരു സൈഡിലേക്കാണ്. അവിടെ നിന്ന് കുറച്ചേറെ ദൂരം മാറിയിട്ട് വേറൊരു സൈഡിലാണ് നമ്മൾ സെറ്റ് സാരി എടുക്കാനായിട്ട് വരുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തുള്ള പല കടകളുടെ പേര് അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കട അറിയോ ആ കട അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെയൊക്കെ സാധനങ്ങൾ ഇവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. കൂത്തമ്പള്ളിയിലും ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടെ നിന്നും നമ്മൾ ഈ റോഡ് എടുക്കാൻ പോയ സ്ഥലത്ത് നിന്നും, ഈ റോഡല്ലല്ലോ, കോയമ്പത്തൂർ എടുക്കാൻ പോയ സ്ഥലത്ത് നിന്നും, അങ്ങനെ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും, അതുപോലെ ഈ റോഡും നിറയെ കടകളുണ്ട്, അവിടെ നിന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും. ഇവിടെ പിന്നെ എല്ലാം ഹോൾസെയിലായിട്ട് കൊടുക്കത്തുള്ളൂ. മിനിമം ഒരു 25 പീസ്, 10 പീസ്, 15 പീസ്, ഓരോ കട ഡിപ്പെൻസ്, അവർ ഇതനുസരിച്ചിട്ട് അവർ പറയും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാട് പേര് പ്ലെയിൻ സാരീസ് നമ്മളോട് ചോദിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്ലെയിൻ സാരീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സാരി ബ്ലാക്ക് സാരി. പിന്നെ കഴിഞ്ഞതിന് ഈ ഓറഞ്ച് ബ്ലാക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിങ്ക് സാരി ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഈ ഓറഞ്ച് ബ്ലാക്ക് സാരി ഇങ്ങനെ ഒറ്റ പീസേ കഴിഞ്ഞതിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻക്വയറീസ് ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന പാടെ തന്നെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂർ എന്തോ ഉള്ളൊരു മാം പൈസ ഇട്ടു. അപ്പോൾ തന്നെ അത് പോയിട്ട് ഇതുപോലെ യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ടപ്പേന്ന് പറഞ്ഞ് എൻക്വയറീസ് വന്നു. പക്ഷേ എൻ്റെ വേറെ പീസസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കുറച്ച് പീസസ് എടുത്തു. പിന്നെ ഇവിടെയും കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഓണം സെയിലൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞു. നമ്മളാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്ന് തോന്നുന്നു. ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെയും കുറച്ച് പീസസ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ സാധാ സെറ്റ് സാരി ഞാൻ നേരത്തെ കാണിച്ചില്ല. അങ്ങനെ 1-2 ആ ഒരു പിങ്കും ആ ഒരു റെഡ് പോലെ വരുന്നതും ആ ഒരു ബ്ലാക്ക് ബോർഡറിൽ വരുന്നത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലോട്ടസ് സാരി ഈ ഒരൊറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ടസൽസ് ഇപ്പോൾ വയ്പ്പിച്ചതാണ് കേട്ടോ. സമയം എത്രയായി? നമ്മൾ റൂം എടുത്തു. നമ്മുടെ സ്ഥിരം സേലത്തെ ഗ്രീൻ റിച്ച് ഹോട്ടൽ 8 മണിയായി. എനിക്ക് വയ്യ.
അങ്ങനെ ഇത് ഇനി വന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. 2 വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. രണ്ടായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രഷപ്പായി കിടന്നൊന്ന് ഉറങ്ങണം. ഉച്ചയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വീണ്ടും കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങിയപ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടി. ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ചുരിദാർ മെറ്റീരിയലും വാങ്ങി നേരെ നമ്മൾ മധുരയിലേക്കാണ് പോകുന്നത്. മിക്കവാറും നാളെ മധുരയിൽ സ്റ്റേ ഉണ്ടാവും. കാരണം ചെട്ടിനാട് പോകണം, പിന്നെ സുങ്കടി കോട്ടൺ മധുരയിൽ നിന്ന് എടുക്കണം, പിന്നെ ലേറ്റ് ആവുമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ റൂം എടുക്കും. ഇല്ലായെങ്കിലല്ല, എനിക്ക് കിടന്നിങ്ങനെ ഓടാൻ വയ്യ. അതുകൊണ്ട് റൂം എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. ആ സാധനങ്ങളൊക്കെ ഞാൻ പതിയെ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നടുത്ത് കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എല്ലാം പതിയെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പം എനിക്ക് നാളെ മുതൽ എൻക്വയറീസ് ആയിരിക്കും. വീഡിയോ അപ്ലോഡ് ആവുന്ന സമയം മുതൽ എൻക്വയറീസ് ആയിരിക്കും. ഉള്ള സാധനങ്ങൾ നമ്മൾ എൻക്വയറീസ് അനുസരിച്ച് തരുന്നതായിരിക്കും. വീട്ടിൽ വരാണ്ട് എനിക്ക് എത്ര പീസസ് ഉണ്ട് ഒന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഓർഡർ എടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ എൻക്വയറീസ് ഇടുന്നവരോട് പിന്നീട് നമ്മൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ചിലപ്പോൾ വിളിക്കണമെന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷമായിട്ട് ഉടനെ കാണാം. ടാറ്റാ ബൈ.